നമസ്കാരം. LGS ലെവൽ പരീക്ഷകളിൽ എനിക്ക് കിട്ടിയ മാർക്കാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് 80+ എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് ഞാൻ എത്തിയത്, എങ്ങനെയായിരുന്നു പഠന രീതി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGSന് എങ്ങനെ 80ലധികം മാർക്ക് സ്കോർ ചെയ്യാം എന്നൊരു കാര്യവും കൂടി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക. അപ്പോൾ ഞാൻ നമ്മുടെ PSCൻ്റെ പ്രൊഫൈൽ ഇവിടെ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് മൈ റിസൾട്ട് എന്ന് പറയുന്ന ടാബിലേക്ക് പോകുമ്പോഴായിരിക്കും നമുക്ക് റിസൾട്ടും കാര്യങ്ങളും ഒക്കെ അറിയാനായിട്ടും പറ്റുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ PSCയുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് വെച്ചിട്ട് അതിൽ മൈ റിസൾട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഷോർട്ട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം നമുക്ക് എക്സാമിനേഷൻ മാർക്ക് എന്ന് പറയുന്ന ആ ഒരു ഫീൽഡിൽ പോകുമ്പോഴായിരിക്കും നമുക്ക് എക്സാമിൻ്റെ മാർക്ക് അറിയാനായിട്ടും കഴിയുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എഴുതിയിട്ടുള്ള എക്സാമുകളുടെ എല്ലാം മാർക്ക് നമ്മുടെ പ്രൊഫൈലിൽ കാണിക്കുന്നതായിരിക്കും. ഇതിൽ LGS ലെവൽ പരീക്ഷകളിലെ മാർക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ കണ്ടല്ലോ, പിയൂൺ ഓർ റൂം അറ്റൻഡൻറ്റ് ഓർ നൈറ്റ് വാച്ച്മാൻ എന്ന് പറയുന്ന പോസ്റ്റ് 10th ലെവൽ പ്രിലിംസിൻ്റെ കൂട്ടത്തിൽ നടന്ന 2025 പ്രിലിംസിൻ്റെ കൂട്ടത്തിൽ നടന്ന പരീക്ഷയാണ്. അതിനോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് OA തുടങ്ങിയ പരീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെനിക്ക് കിട്ടിയ മാർക്ക് 81.7340. ഈ ഒരു മാർക്കാണ്. അപ്പോൾ 2025 10th പ്രിലിംസിൻ്റെ മാർക്കാണ്. അപ്പോൾ LGS നിലവാരത്തിൽ നടക്കുന്ന പരീക്ഷകളാണല്ലോ 10th ലെവൽ പ്രിലിംസ് പരീക്ഷകളെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിന് കിട്ടിയ മാർക്ക് 81.7340 ആണ്. അപ്പോൾ OMR എക്സാം എന്നാ നടന്നതെന്നൊക്കെ ഡേറ്റ് അവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന പരീക്ഷ, അപ്പോൾ ഇതിൻ്റെ എല്ലാം മെയിൻസ് പരീക്ഷകളും എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ഈ പിയൂണിൻ്റെ പരീക്ഷ LGS മെയിൻസിൽ വരുന്നൊരു പരീക്ഷയാണ്. പക്ഷേ അതിൻ്റെ മാർക്ക് ഇതിൽ കാണിച്ചിട്ടില്ല. ഇനി സ്റ്റോർ കീപ്പർ എന്ന് പറയുന്നത് കണ്ടല്ലോ, കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. അപ്പോൾ അതും പ്രിലിംസിൻ്റെ കൂട്ടത്തിൽ വന്നതായിരുന്നു. 81 മാർക്ക് തന്നെയാണ് കിട്ടിയത്. കാരണം എല്ലാം ഒന്നിച്ച് നടത്തിയ പരീക്ഷകളാണ്. അതുപോലെ സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന പരീക്ഷ, അതിലും 81 മാർക്ക്. അപ്പോൾ OAയുടെയൊക്കെ കണ്ടല്ലോ മെയിൻസിൻ്റെ മാർക്കാണ് പിന്നീട് കാണിച്ചേക്കുന്നത്. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് 10th മെയിൻസിൻ്റെ മാർക്ക് സെപ്പറേറ്റ് അടുത്തൊരു വീഡിയോയിൽ കാണിക്കുക. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതിയാകും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ച് കോമൺ പ്രിലിംസ് നടത്തിയ പരീക്ഷകളാണ്. ഇനി അതുപോലെ മറ്റ് ഒരു പരീക്ഷയാണ് സ്റ്റോർ കീപ്പറിൻ്റെ വേറൊരു പരീക്ഷയും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതും കോമൺ പ്രിലിംസിൽ നടന്നതാണ്. പിന്നീട് വരുന്ന LGS ലെവലിൽ വരുന്ന ഒരു പരീക്ഷയെന്ന് പറയുമ്പോഴത്തേനും ഫാം വർക്കർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് എക്സാം എഴുതിയിരുന്നു. അപ്പോൾ അത് കണ്ടല്ലോ, 2022 കാറ്റഗറി നമ്പർ വരുന്നത്. അതിൻ്റെ പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും മാർക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫാം വർക്കർ എന്ന് പറയുന്ന പരീക്ഷയുടെ പ്രിലിംസിന് കിട്ടിയ മാർക്ക് 83.4323 മാർക്കാണ്. അത് ഫിഷറീസിലേക്കുള്ളൊരു എക്സാമായിരുന്നു ഫാം വർക്കർ. അപ്പോൾ അത് കുറച്ച് നാൾ മുന്നേ എഴുതിയതാണ്. 2023 നടന്നൊരു എക്സാമായിരുന്നു. പിന്നെ ഏകദേശം PSC ഒക്കെ പഠിച്ചു തുടങ്ങിയ ആ ഒരു ഇതിലേക്ക് വന്ന സമയത്ത് നടന്നൊരു എക്സാമായിരുന്നു ഫാം വർക്കറിൻ്റെ പ്രിലിംസ് എന്ന് പറയുന്നത്. അതുപോലെ അതിൻ്റെ മെയിൻസിന് ക്വാളിഫൈഡ് ആയി LGS മെയിൻസിൽ നടന്ന പരീക്ഷയാണ്. ഫാം വർക്കറിൻ്റെ മെയിൻസ് പരീക്ഷയിൽ 75 മാർക്കാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ LGSലൊരു മെയിൻസ് നിലവാരത്തിൽ നടന്ന പരീക്ഷയാണ്. പക്ഷേ അത് കുറച്ച് നാൾ മുന്നേ എഴുതിയ പരീക്ഷയാണ്. 75.33. പക്ഷേ എൻ്റെ കട്ട് ഓഫ് ഒക്കെ കുറച്ച് ഹൈ ആയിരുന്നു. അപ്പം അതാണ് മെയിൻസിൻ്റെ മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് LGS ലെവലിൽ ഞാൻ എഴുതിയിട്ടുള്ള എക്സാം. നമുക്ക് മെയിൻ LGS എഴുതാൻ ഡിഗ്രി ഉള്ളത് കൊണ്ട് തന്നെ LGS പരീക്ഷ മെയിൻ LGS പരീക്ഷ എഴുതിയിട്ടില്ല. അപ്പോൾ LGS നിലവാരത്തിലുള്ള പരീക്ഷകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ പിയൂണ്, സ്റ്റോർ കീപ്പർ, സെക്രട്ടേറിയറ്റ് OA തുടങ്ങിയ പരീക്ഷകളൊക്കെ. അപ്പോൾ ഈ പിയൂണിൻ്റെയൊക്കെ മെയിൻസ് എഴുതിയിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു 85+ ഉണ്ടായിരുന്നു. പക്ഷേ അത് മെയിൻസിൻ്റെ മാർക്ക് ഈ പ്രൊഫൈലിൽ വന്നിട്ടില്ല. പക്ഷേ 93 എന്തോ ആയിരുന്നു ഷോർട്ട് ലിസ്റ്റിൽ വരാനുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു 80ലധികം മാർക്കിലേക്ക് പ്രിലിംസിലായാലും മെയിൻസിലായാലും LGS ലെവലിൽ നടന്ന പരീക്ഷകളിൽ ഞാൻ എത്തിയത്? എങ്ങനെയാണ് ഇത്രയും സ്കോർ ഇനി വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGS പരീക്ഷയിൽ നേടാനായിട്ട് കഴിയുന്നത്? അപ്പോൾ ഒരുപാട് പേരിനി കമ്പനി ബോർഡ് LGS പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. നല്ല മാർക്കിലേക്ക് എത്താൻ ഡിഗ്രിക്കാർക്കും എഴുതാൻ കഴിയുന്ന പരീക്ഷയാണ് കമ്പനി ബോർഡ് LGS. അപ്പോൾ നമുക്ക് ആ കമ്പനി ബോർഡ് LGSൻ്റെ സിലബസ് ഒന്ന് നോക്കാം. ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് എന്ന് പറയുന്ന LGSൻ്റെ സിലബസാണ്. കണ്ടല്ലോ, പൊതുവിജ്ഞാനം GK എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് 40 മാർക്ക്. GKയിൽ നിന്ന് 40 മാർക്കാണ് ഈ ഒരു കമ്പനി ബോർഡ് LGSന് ചോദിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് GK എന്ന് പറയുന്നത്. അപ്പോൾ ഈ LGS പരീക്ഷയിലെ GKയുടെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റാണ്. SCERT ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു 80+ മാർക്കിൽ
മാർക്കിലേക്ക് എത്തിയത് ഓൾഡ് SCERT ടെക്സ്റ്റ് ബുക്കുകൾ പഠിച്ചിട്ടാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്തും കൂടെ വേണം, ന്യൂ SCERTയും കൂടെ അത്യാവശ്യമാണ്. ന്യൂ ഇപ്പോൾ പഠിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, നല്ല രീതിയിൽ കവർ ചെയ്യണം. അപ്പോൾ ഓൾഡ് SCERT എന്ന് പറയുന്ന ഒരു പോർഷൻ നല്ല രീതിയിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ച് റിവിഷൻ നടത്തിയിട്ടുണ്ട്. അത് ഓരോ ചാപ്റ്റർ വൈസും പഠിച്ചിട്ടുണ്ട്. പിന്നീട് അതിൻ്റെ ഒരു റിവിഷൻ ബുക്കും കൂടെ ഉണ്ടായിരുന്നു. ആ ബുക്ക് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അടുത്ത ആനുകാലിക വിഷയങ്ങളെന്ന് പറയുമ്പോൾ കറണ്ട് അഫേഴ്സ് 20 മാർക്കാണ്. ഇപ്പം ഡിഗ്രി പ്രിലിംസ് ആണ് കേട്ടോ നോക്കുന്നത്. അതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാനും കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ കറണ്ട് അഫേഴ്സ് 20 മാർക്ക്. അതുപോലെ സയൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും, സയൻസും SCERTയിൽ നിന്നായിരിക്കും എല്ലാ ചോദ്യങ്ങളും. അപ്പോൾ സയൻസൊക്കെ SCERT നല്ലപോലെ പഠിച്ചത് കൊണ്ടാണ് ഈ പ്രിലിംസിനൊക്കെ 80+ എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്തിയത്. അപ്പോൾ കമ്പനി ബോർഡ് LGSനും പ്രിലിംസ് ഉണ്ട്, ഉറപ്പായിട്ടും 80-ലധികം മാർക്ക് എന്ത് ചെയ്യും, കട്ട് ഓഫ് പോവും. ആ ഒരു പ്രിലിംസ് ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മെയിൻസ് എഴുതാൻ പറ്റൂ. അപ്പോൾ ഈ സയൻസ് പൊതുജനാരോഗ്യം നോക്കിക്കേ, ആകെ 20 മാർക്കാണ് സയൻസ് എന്ന് പറയുന്ന പോർഷൻ. അപ്പോൾ സയൻസിൻ്റെ വെയിറ്റേജ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാടവ പരിശോധനയും നോക്കിക്കേ, 20 മാർക്കാണ് മാത്സ്. അപ്പോൾ ഈ 100 മാർക്കിൽ 40 മാർക്ക് GK വരുന്നുണ്ട്, 20 മാർക്ക് കറണ്ട് അഫേഴ്സ് വരുന്നുണ്ട്, 20 മാർക്ക് സയൻസ് വരുന്നുണ്ട്, 20 മാർക്ക് മാത്സ് വരുന്നുണ്ട്. അപ്പം ഇംഗ്ലീഷും മലയാളവും ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു LGS സിലബസിൽ നിന്ന് എന്ത് ചെയ്യാം, 100 മാർക്കിൽ ഒരു 80-ലധികം മാർക്കിലേക്ക് നിങ്ങൾ എത്തുക. നമുക്ക് ഡീറ്റെയിൽഡ് സിലബസ് ഒന്ന് പരിശോധിക്കാം. നോക്കിക്കേ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന് നിങ്ങൾക്ക് 5 മാർക്കാണ്. ഇന്ത്യൻ ഹിസ്റ്ററി 40 മാർക്കിൽ 5 മാർക്ക് എന്താണ്, ഇന്ത്യൻ ഹിസ്റ്ററി. SCERTയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ചോദിക്കും. നിങ്ങൾ ഓൾഡ് പഠിച്ചില്ല, ഓൾഡ് ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ പഠിക്കുക. ഇനി ന്യൂ SCERTക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. കാരണം ന്യൂ SCERT ബുക്കുകളിൽ നിന്നും ഇനി വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGS പ്രിലിംസിനും മെയിൻസിനും മാർക്കുണ്ടാകും. ഇനി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ, അത് 5 മാർക്ക്. പൗരൻ്റെ അവകാശങ്ങൾ, കടമകൾ, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങൾ 5 മാർക്ക്. കോൺസ്റ്റിറ്റ്യൂഷൻ, പൗരൻ്റെ അവകാശങ്ങൾ, മൗലിക അവകാശങ്ങൾ, മൗലിക കടമകളൊക്കെ SCERT ചാപ്റ്ററുകൾ പഠിക്കുമ്പോഴത്തേന്, ന്യൂ SCERT നിങ്ങൾ അരച്ച് കലക്കി പഠിക്കുമ്പോഴത്തേന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ 5 മാർക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കുന്നതായിരിക്കും. ഷുവറാണ്, ഞാൻ പറയുകയാണ്. സമഗ്രയുടെ പോർട്ടലിൽ കയറുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഒത്തിരി ടെലിഗ്രാം ചാനലുകളൊക്കെ കിട്ടുന്നതാണ്. നമ്മുടെ ചാനലിൽ ഇന്നലെ നമ്മൾ ഡിഗ്രി പ്രിലിംസിൻ്റെ സ്റ്റഡി പ്ലാനിൽ അതെന്ത് ചെയ്തിട്ടുണ്ട്, SCERT ബുക്കിൻ്റെ PDF ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ കയറിയാലും മതി. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുത്തേക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നമുക്ക് വരുന്നത് ഇന്ത്യൻ ജോഗ്രഫിയാണ്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ പോലെ, അതുപോലെ കേരള ഭൂമിശാസ്ത്രം കണ്ടല്ലോ. കേരള ജോഗ്രഫിക്ക് 10 മാർക്കാണ് വരുന്നത്. കേരള അടിസ്ഥാന വിവരങ്ങൾ, വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നോക്കിക്ക് 10 മാർക്കാണ്. അപ്പോൾ SCERT നല്ലപോലെ പഠിക്കണം. പിന്നെ അതുപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ 5 മാർക്കിന് ചോദിക്കും. നവോത്ഥാന നായകന്മാരെക്കുറിച്ചൊക്കെ SCERTയിൽ നല്ലപോലെ പറയുന്നുണ്ട്. പിന്നെ കലാ, കായിക, സാഹിത്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ 5 മാർക്ക്. ഇങ്ങനെയാണ് നമ്മുടെ GKയുടെ ആകെ 40 മാർക്ക്. പിന്നീട് എന്താണ് വരുന്നത്, ആനുകാലിക വിഷയങ്ങളാണ് വരുന്നത്, 20 മാർക്ക്. കറണ്ട് അഫേഴ്സ് 20 മാർക്കിന് ചോദിക്കും. അപ്പോൾ കറണ്ട് അഫേഴ്സ് 2025-ലേതും 2026-ലേതും എന്ത് ചെയ്യണം, നല്ലതുപോലെ നോക്കണം. കാരണം LGS പരീക്ഷ ഈ വർഷം അവസാനമായിരിക്കും വരുന്നത്. ഇനി അടുത്ത് നമുക്ക് വരുന്നത് സയൻസാണ്. അതിൽ ജീവശാസ്ത്രം, അപര്യാപ്തത, രോഗങ്ങൾ, ഭക്ഷ്യകാർഷിക വിളകൾ, പരിസ്ഥിതി പ്രശ്നങ്ങൾ, വനവിഭവങ്ങൾ, ഇതുപോലെ ബയോളജിയുടെ ഭാഗത്തു നിന്നും 5 മാർക്കിന് ചോദിക്കും. അതുപോലെ പൊതുജനാരോഗ്യത്തിൻ്റെ ഭാഗത്തു നിന്നും 10 മാർക്ക് നമുക്ക് വരുന്നതാണ്. അപ്പം ബയോളജി ഇത്രയും കാര്യങ്ങൾ എന്താണ്, അത് SCERT നല്ല പോലെ പഠിക്കുകയാണെങ്കിൽ, എപ്പോഴും പറയുന്നതാണ് സ്കൂൾ ടെക്സ്റ്റാണ് നിങ്ങളുടെ LGSന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇത്രയും മാർക്ക് വാങ്ങിച്ചത് ഓൾഡ് SCERT പഠിച്ചിട്ടാണ്. ഇനി അതുപോലെ ഭൗതികശാസ്ത്രം അല്ലെങ്കിൽ രസതന്ത്രം എന്ന് പറയുന്നത് 5 മാർക്കാണ്. ആറ്റത്തിൻ്റെ ഘടന, അയിരുകളും ധാതുക്കളും, ഹൈഡ്രജൻ, ഓക്സിജൻ, രസതന്ത്രം, ദൈനംദിന ജീവിതത്തിൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കെമിസ്ട്രിയുടെ ഭാഗത്തു നിന്ന് വരുന്നത് 5 മാർക്കിനാണ്. കെമിസ്ട്രി ഫിസിക്സും കൂടെ ചേർത്തിട്ട് 5 മാർക്കാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഫിസിക്സിനകത്ത് ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും പരിവർത്തനവും, താപം, ഊഷ്മാവ്, പ്രകൃതിയിലെ ചലനങ്ങൾ, ബലങ്ങൾ, ശബ്ദം, പ്രകാശം, സൗരയൂഥം, സവിശേഷതകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഫിസിക്സും കെമിസ്ട്രിയും കൂടെ ചേർത്തിട്ട് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഭൗതികശാസ്ത്രം അല്ലെങ്കിൽ രസതന്ത്രം എന്ന് പറയുന്നത് 5 മാർക്കിനാണ് കമ്പനി ബോർഡ് LGS പരീക്ഷയിൽ ചോദിക്കുന്നത്.
ഇനി കണ്ടല്ലോ പൊതുജനാരോഗ്യം. അപ്പോൾ നമ്മൾ സയൻസ് മൊത്തത്തിൽ 10 മാർക്ക് കണ്ടു, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി. അതുപോലെ പൊതുജനാരോഗ്യം 10 മാർക്ക്. രോഗങ്ങളെക്കുറിച്ചും അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ഇനി അതുപോലെ മാത്സ് 20 മാർക്ക്. അതിലെ സംഖ്യകൾ, അടിസ്ഥാന ക്രിയകൾ. അതിൽ ലഘുഗണിതം 10 മാർക്കാണ്. ഇത്രയും കാര്യങ്ങൾ 10 മാർക്കിനാണ് ചോദിക്കുന്നത്. ദശാംശം, ഭിന്നസംഖ്യ, ശരാശരി. അതുപോലെ കണ്ടല്ലോ വർഗ്ഗവും വർഗ്ഗമൂലവും എന്ന് പറയുന്ന ടോപ്പിക്ക് LGSൽ മാത്രം വരുന്നൊരു ടോപ്പിക്കാണ്. നമ്മുടെ 10th മെയിൻസിൻ്റെ നോർമൽ LDCയിലൊന്നും ഇതങ്ങനെ പറയാറില്ല. പിന്നെ ശരാശരി, ലാഭം, നഷ്ടം, സമയം, ദൂരം. പിന്നെ മാനസിക ശേഷി എന്ന് പറയുന്ന പോർഷനിൽ നിന്നും 10 മാർക്ക്. അങ്ങനെയാണ് ആകെ 20 മാർക്ക്. ഈ ശ്രേണികളും സമാന ബന്ധങ്ങൾ, ഒറ്റയാനെ കണ്ടെത്തൽ, വയസ്സ്, സ്ഥാനനിർണ്ണയം, ഇങ്ങനത്തെ കാര്യങ്ങളും 10 മാർക്ക്. അങ്ങനെയാണ് ആകെ 20 മാർക്ക്. ഇനി ഇവിടെ കൊടുത്തേക്കുന്ന കണ്ടല്ലോ ഒരു നോട്ടെന്നും പറഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സിലബസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും പുറത്തുനിന്നും വേണമെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാം എന്ന രീതിയിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ആകെ LGSൻ്റെ ടോട്ടൽ സിലബസ് എന്ന് പറയുന്നത്. 100 മാർക്കിൻ്റെ പരീക്ഷയാണ് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ടാണ് വരുന്നത്. 40 മാർക്ക് GK, 20 മാർക്ക് സയൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിലൊരു 80+ മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു 75+ ഉറപ്പായിട്ടും നിങ്ങൾ സ്കോർ ചെയ്യണം. എന്തുമായാലും ഞാനിങ്ങനെ 80+ 75+ എന്ന് പറയുന്നൊരു സ്കോറിലേക്ക് എത്തിയത് എന്തിലൂടെയാണ്? ഓൾഡ് SCERT എന്ന് പറയുന്ന കാര്യത്തിലൂടെയാണ്. പക്ഷേ ഇനി നമ്മൾ എന്തും കൂടെ പഠിക്കണം. ഇനി വരുന്ന LGSലേക്ക് ന്യൂ SCERT ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഓൾഡ് SCERT പോയിൻ്റ് വൈസ് പഠിച്ചതിന് ശേഷം ന്യൂ SCERT എന്ത് ചെയ്യണം? ചാപ്റ്റർ വൈസായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് നല്ലൊരു സ്കോറിലേക്ക് എത്തണം. അപ്പോൾ ഇതാണ് എൻ്റെ സക്സസ് ഫോർമുല. ഞാൻ ഈ ഒരു 80-ലധികം മാർക്ക് ഈ പരീക്ഷകളിലൊക്കെ നേടിയത് SCERT ചാപ്റ്ററുകൾ നല്ലപോലെ പഠിച്ചിരുന്നു. പിന്നെ കൂടെ GKയും പഠിച്ചിരുന്നു. അപ്പോൾ ഇനിയുള്ള നിമിഷം നിങ്ങൾ കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ട് ഓരോ SCERT ചാപ്റ്ററുകൾ എടുത്തിട്ട് എന്ത് ചെയ്യുക? പഠിച്ചുകൊള്ളുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. താങ്ക്